ചാകര ഈ കേരളത്തിൽ യുണീക്കാണ്. അതായത് കേരളത്തിൽ മാത്രം കാണുന്നൊരു വളരെ ഒരു കാണുന്നൊരു പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത്. കേരളത്തിൽ മാത്രം കണ്ട് ഇത് ഇംഗ്ലീഷ് വാക്കാണ് അതിന് കുറച്ചും കൂടെ ചേരുന്നത്. അത് മഡ് ബാങ്ക് എന്ന് പറയും. മഡ് ബാങ്ക് ഇത് സാധാരണഗതിയിൽ നമ്മുടെ പുഴയും നിന്ന് ഒരുപാട് ഈ എക്കലെല്ലാം ഒഴുകി വരുന്നുണ്ട്, സമുദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് വലിയ അളവിൽ ഈ തീരപ്രദേശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെള്ളത്തിൽ ഇതിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ തിരയുടെ ഊർജ്ജം കുറയും. തിരയുടെ ഊർജ്ജം കുറയുമ്പോൾ ഈ തീരപ്രദേശം വളരെ ശാന്തമാകും. അപ്പോൾ ശാന്തമാകുമ്പോൾ ആ സമയത്ത് ഈ പ്രത്യേകിച്ച് ഇത് ഒരുപാട് ജൈവവസ്തുക്കൾ ഇതിനകത്തുണ്ടാവും. ഇത് കഴിക്കാനായിട്ട് ചുറ്റും നല്ല പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് പ്ലവകങ്ങളും ഉണ്ടാകും. കാരണം വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കാനായിട്ട് ഒരുപാട് ജീവികൾ അവിടേക്ക് വരും. എക്കലടിയുന്നതും കൂടെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ചത്തകര എന്നുള്ളതുകൊണ്ടായിരിക്കണം ഈ ചാകര വന്നത്. കാരണം വളരെ ശാന്തമാണ്. കത്ത് കിടക്കുന്നത് പോലെ കടലിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകും. പലപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ കുറച്ച് മത്സ്യം കൂടുതൽ കിട്ടി അതിന് ചാകര എന്ന് പറയും. അങ്ങനെയല്ല, ചാകര എന്ന് പറയുന്നത് ഇത് ഇങ്ങനൊരു പ്രതിഭാസമാണ്.